അമ്മ കഴിക്കാൻ എന്താ ഉള്ളത്? എനിക്കിന്നലെ രാത്രി തൊട്ട് വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അതെ നവ്യ കൊച്ചേ, അമ്മക്ക് വയ്യെന്നറിഞ്ഞിട്ട് നീ എന്താ അമ്മേനെ സഹായിക്കാതിരുന്നത്? നിനക്കെന്താ ആഹാരം വെച്ചുകൂടായിരുന്നോ? ചേട്ടാ, എനിക്ക് എക്സാം ആണ്. രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടാക്കാനാ? അതൊരു കാര്യമില്ല. എല്ലാ ദിവസവും വാരി വലിച്ച് കഴിച്ചിട്ടല്ലേ ഞങ്ങൾ ഓഫീസിൽ പോകാറുള്ളത്. ആ അത് തന്നെ, ഞാനും കടയിലോട്ട് പോകുന്നില്ലേ. ഞായറാഴ്ച മാത്രമാണ് വിശ്രമിക്കാൻ കിട്ടുന്നത്. ഞായറാഴ്ച മാത്രമേ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആഴ്ച മുഴുവൻ എനിക്ക് എവിടെയാ റെസ്റ്റ് ഉള്ളത്? 5 പേർക്ക് വ്യത്യസ്തമായ ഭക്ഷണം ഉണ്ടാക്കുക അത് എളുപ്പക്കാരിയാണെന്നോ നിങ്ങൾ വിചാരിച്ചേ? എന്നാ ഒരു കാര്യം ചെയ്യാം, മോഹനേട്ടന്റെ കല്യാണം നടത്താം. വീട്ടിലൊരു പെണ്ണ് വന്നാൽ എല്ലാം ശരിയാവുമല്ലോ. അമ്മ, മോഹൻ ചേട്ടന്റെ കല്യാണം നടത്ത്. അതിനുശേഷം മധുവും രാജേന്ദ്രനും മോഹന് വേണ്ടി പെണ്ണു നോക്കാൻ പോയി. അങ്ങനെ അവർക്ക് കിട്ടി മഹിമ. മഹിമ നന്നായിട്ട് പാചകം ചെയ്യുമായിരുന്നു. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞ് മഹിമയുടെയും മോഹന്റെയും വിവാഹം നടന്നു. മഹിമ മൂത്ത മരുമകളായിട്ട് വീട്ടിലേക്ക് വന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം, അമ്മ നോക്ക്, ഞാൻ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൊള്ളാലോ ചേട്ടത്തി, ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാല്ലേ? അതെന്തു ചോദ്യാ? ഇഡ്ഡലി ദോശ മാത്രമല്ല, പല പലഹാരങ്ങളും ഉണ്ടാക്കാൻ അറിയാം. എന്ത് വേണമെന്ന് പറഞ്ഞാ മതിട്ടോ. അത് കൊള്ളാട്ടോ. ഇനി തൊട്ട് ചേട്ടത്തി തന്നെ അടുക്കള ഭരണം ഏറ്റാ മതി. അതങ്ങനെ തന്നെയാണല്ലോ. മഹിമയ്ക്ക് അറിയില്ലായിരുന്നു അവള് കുരിശിനെയാണ് തലേ കയറ്റി വെച്ചതെന്ന്. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് സന്തോഷത്തോടെ പാചകം ചെയ്തു അവൾ. അവൾക്ക് നല്ല പ്രശംസയും കിട്ടാൻ തുടങ്ങി. ആ കൊള്ളാലോ മോളെ, നല്ല അലുവയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രശംസയൊക്കെ കുറച്ചു ദിവസം കേൾക്കാനേ രസമുണ്ടായുള്ളൂ. കാരണം അവൾക്ക് വയ്യാണ്ടായി തുടങ്ങി. ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതുതന്നെയായിരുന്നു അവളുടെ എന്നത്തെയും ജോലി. ഒരു ദിവസം, ചേട്ടത്തി, നാളെ അവധിയാണ് എല്ലാവർക്കും. നാളെ എന്ത് സ്പെഷ്യലാ ഉണ്ടാക്കുന്നേ? ആലോചിക്കുന്നത്, എല്ലാവർക്കും ഉപ്മാവ് ഉണ്ടാക്കി തരട്ടെ? ഉപ്പുമാവ് കഴിക്കണ സാധനമാണോ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നേ? പരിപ്പോട ഉണ്ടാക്കാറിയോ ചേട്ടത്തിക്ക്? ആ, അറിയാം. അങ്ങനെയാണെങ്കിൽ പരിപ്പോട. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമൂസയും കൂടെ ഉണ്ടാക്കിക്കോളൂ. ഇതും കൂടെ കേട്ടപ്പോ അവള് ചുമ്മാ കള്ളച്ചിരി ചിരിച്ചുപോയി. അവളുടെ മനസ്സിൽ ശരിക്കും വിഷമമായിരുന്നു. ഞായറാഴ്ചയല്ലേ, കുറച്ച് ഉറങ്ങി എണീറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയതായിരുന്നു. വ്യത്യസ്തമായ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പാവം അവൾ എന്നും വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് തുടങ്ങുമായിരുന്നു. എണീറ്റപടിയെ അടുക്കളയിൽ തന്നെ 3-4 മണിക്കൂറിന് ശേഷം 10 തരം വിഭവങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി. ആ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് ചേട്ടത്തി, കിടു. മഹിമ, ഇത് കുറെ ഉണ്ടല്ലോ കഴിക്കാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട്. ഒരാള് പായസമാണെങ്കിൽ ഒരാള് പരിപ്പുവട, ഒരാള് വട. പാതി ഉറക്കത്തിൽ വന്ന് എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം, എത്ര ദിവസം കഴിഞ്ഞ എത്ര നല്ല ഭക്ഷണം കിട്ടിയേ? എല്ലാ ഞായറാഴ്ച ഇതുപോലെ ഒന്ന് കിട്ടിയ രസമായിരിക്കും. അത് ശരിയാ, നല്ല രസമാണ്. ഭർത്താവിന്റെ വീട്ടുകാരുടെ മുമ്പിൽ അവളൊന്നും മിണ്ടിയില്ല. പക്ഷെ അവളുടെ മനസ്സിൽ ഭർത്താവിനെങ്ങാനെ കയ്യിൽ കിട്ടിയ പപ്പടാക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം എല്ലാ ഞായറാഴ്ചയും അവൾക്ക് 10 വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമായിരുന്നു. ഒരു ശനിയാഴ്ച രാത്രി, അതെ മഹിമ, എന്തുപറ്റി? എന്താണ് നെറ്റിയിലൊക്കെ തുണി വെച്ചിരിക്കുന്നേ? എനിക്ക് പനിയാണ്, മേല് വേദനിക്കുന്നു. ഓ ആണോ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ നിനക്കിപ്പോൾ മരുന്ന് തരാം. മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കേ. നാളെ ഞായറാഴ്ചയല്ലേ, രാവിലെ വന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ളതാ. നിക്ക്, ഞാൻ നിന്റെ പനിയൊന്ന് നോക്കട്ടെ. തെർമോമീറ്ററിൽ പനിയൊന്നും കാണിച്ചില്ല. അത് കണ്ട്, കണ്ടോ, മരുന്ന് കഴിച്ചതിൻ്റെ ഫലം കണ്ടോ? ദാ ഇപ്പം നിനക്ക് പനിയേ ഇല്ല. ശരി, ഞാൻ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. മഹിമയുടെ ഐഡിയ ഒന്നും വർക്കായതുമില്ല. രാവിലെ എണീറ്റ് 10 വിഭവങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങി. മഹിമേനെ എല്ലാരും പ്രശംസിച്ചു. പക്ഷെ മഹിമയ്ക്ക് ഇതൊന്നും ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ദിവസം, ഇപ്രാവശ്യം ഞാൻ ഭക്ഷണം ഉണ്ടാക്കൂല. അമ്മ വീട്ടിൽ പോയാലോ? എനിക്ക് അമ്മേനെ കാണാൻ കൊതിയായെന്ന് പറയാം. മോഹൻ ജോലി കഴിഞ്ഞു വന്നപ്പോ മഹിമ ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അവളെ അങ്ങനെ കണ്ട്, എന്തുപറ്റി മഹിമ? എന്താ ഇത്ര വിഷമം? ഒന്നുമില്ല. അത് പിന്നെ എന്നോട് പറ, എന്താ കാര്യം? എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു. കുറെ നാളായില്ലേ നീ അമ്മയൊക്കെ കാണാൻ പോയിട്ട്? അച്ഛനും അമ്മയൊന്ന് കാണാൻ കൊതിയാവുന്നു എനിക്ക്. നീ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. അടുത്ത ദിവസം മോഹൻ മഹിമയുടെ വീട്ടിൽ പോയി അവളുടെ അച്ഛനും അമ്മേനെയും വീട്ടിലോട്ട് കൊണ്ടുവന്നു. മഹിമ, ഇത് ആരൊക്കെയാൻ നോക്കൂ. ദാ ഇപ്പൊ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നില്ലേ? ഇന്ന് രാത്രി ഇവർ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നേ? നാളെ രാവിലെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. നിനക്ക് സന്തോഷമായില്ലേ? മഹിമയ്ക്കാണെങ്കിൽ അവളെ കെട്ടിയവനെടുത്ത് ഒരൊറ്റ അടി വയ്ക്കാൻ തോന്നുമായിരുന്നു. ഞായറാഴ്ചയായിട്ട് അവള് 6 പേർക്കല്ല 8 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം അവളുടെ ക്ഷമയൊക്കെ കെട്ട് അവള് ഭർത്താവിനോട് ദേഷ്യത്തോടെ പറഞ്ഞു, നോക്ക്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എല്ലാ ഞായറാഴ്ചയും 10 വിഭവങ്ങൾ ഉണ്ടാക്കണം, പറ്റില്ല.
അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? നമുക്കിത് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മോഹൻ ഇക്കാര്യം അച്ഛനും അമ്മോടും പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അനിയന്റെ കല്യാണം നടന്നു. അങ്ങനെ ദേവിക വീട്ടിലേക്ക് വന്നു ചേർന്നു. തുടക്കമൊക്കെ ദേവികനെ എല്ലാരും നല്ല കെയർ ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മഹിമയെ പോലെ തന്നെയായി അവളും. എന്റെ പൊന്നു ചേച്ചി, ഞായറാഴ്ച 10 വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ശീലം ആരുണ്ടാക്കി? പൊന്നു ദേവിക, ഇത് ഞാൻ കാരണം തന്നെയാ. നല്ല മരുമകളാകാൻ വേണ്ടി ഞാൻ തന്നെ എല്ലാവരും ആഗ്രഹം സാധിച്ചു കൊടുത്തതാ. ആദ്യപ്പോ കൂനുമേ കുരിശായ പോലെയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ല. മഹിമയ്ക്കും ദേവികയ്ക്കും ആകെപ്പാടെ ടെൻഷനായി മാറി ഇക്കാര്യം. അങ്ങനെ വീണ്ടും ശനിയാഴ്ച വന്നു. അടുത്ത സൺഡേ ദേവിക്കിന്റെ മോഹന്റെയും ബോസ് വീട്ടിലേക്ക് വിരുന്നു വന്നു. അമർ സാർ, വരൂ. സാർ വന്നിരിക്കൂ. ഞാൻ കഴിക്കാനുള്ളതൊക്കെ തയ്യാറാക്കാം. അങ്ങനെ ആ ദിവസം ദേവികയും മഹിമയും ദേഷ്യത്തോടെ ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവച്ചു. ബോസിന്റെ മുമ്പിൽ ഒരുപാട് വിഭവങ്ങളായിരുന്നു. 10 തരം വിഭവങ്ങൾ കണ്ട് അമർ ഞെട്ടിപ്പോയി. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ആഹാ, അടിപൊളി, നന്നായിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ഉണ്ടാക്കിയോ? അയ്യോ അല്ല സാർ, എല്ലാ ഞായറാഴ്ചയും ഇതിവിടെ പതിവാണ്. ഓ അങ്ങനെയാണോ? ഇവിടെ വല്ല പാചകക്കാരുണ്ടോ? പാചകക്കാരൻ ആവശ്യം എന്തിനാ സാർ? ഇവിടെ എൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയും ഉണ്ടല്ലോ, അവരങ്ങ് ഉണ്ടാക്കിക്കോളും. ഇതൊരു നല്ല കാര്യമാണ്. എന്നാ മോഹൻ, ദേവിക്, ഒരു കാര്യം ചെയ്യൂ. അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾ ഞായറാഴ്ചയും ജോലിക്ക് വരണം. അവിടുത്തെ ജോലി ചെയ്യണം. പിന്നെ 2 മണിക്കൂർ എക്സ്ട്രാ കൂടി ചെയ്യേണ്ടി വരും. എന്താ സാർ, ഭക്ഷണം ഇഷ്ടമായില്ല? ഞായറാഴ്ച ഓഫീസോ? ആ ദിവസം അവധിയല്ലേ സാർ? മോഹൻ, എന്താ സാർ, അവധി ദിവസം ഞങ്ങളോട് സാറ് കൂടുതൽ ജോലി ചെയ്യാൻ പറയുന്നു. ഓഹോ, നിങ്ങൾക്ക് ഞായറാഴ്ച അവധി വേണമല്ലേ? ഇത് നിങ്ങളുടെ 2 ഭാര്യമാർ, ഇവരെന്താ മെഷീനാണോ? നോക്കൂ, ഇവർക്ക് അവധിയൊന്നുമില്ലല്ലോ. അതുകൊണ്ടുണ്ട് ഇവരെ കൊണ്ട് എക്സ്ട്രാ പണി ചെയ്യിപ്പിക്കുവാണ് നിങ്ങൾ. ഇവർ നിങ്ങളെ സ്വന്തമായിട്ടല്ലേ കാണുന്നത്? നിങ്ങൾ ഇവരെ വെറും ജോലിക്കാരായിട്ടാണോ കാണുന്നത്? അമറിന്റെ ശബ്ദത്തിൽ ദേഷ്യമുണ്ടായിരുന്നു. അമർ പറഞ്ഞത് കേട്ട് എല്ലാവരും തല താഴ്ത്തി നിന്നു. ഈ കാര്യത്തിന് ആരുടെ കയ്യിലും ഉത്തരമുണ്ടായില്ല. ദേവികയും മഹിമയും അവിടെ കരയുകയായിരുന്നു. അവരുടെ വിഷമം മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ. മോഹൻ പതിയെ പറഞ്ഞു, എനിക്ക് മനസ്സിലായി സർ, ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലായി. ഇനി അങ്ങനൊന്നും ചെയ്യില്ല. ശാലിനിയുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ്. അതിനുശേഷം അവളുടെ അപ്പൂപ്പനാണ് അവളെ വളർത്തിയത്. ശാലിനി വളർന്ന് വലുതായപ്പോൾ അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ നല്ല വീടുകളിൽ നിന്നും ബന്ധങ്ങളും വരുന്നു. അവളുടെ കല്യാണവും ഫിക്സ് ചെയ്തു. കല്യാണാലോചനകൾ വന്നപ്പോൾ അടുത്തുള്ളവർ അവളെ പേടിപ്പിക്കാൻ തുടങ്ങി. അമ്മായിയമ്മയ്ക്ക് ഒരിക്കലും അമ്മയാവാൻ പറ്റില്ല. അവരെന്തൊക്കെ പറയുന്നോ അതൊക്കെ ചെയ്യണം. അവർ പറയുന്നതനുസരിച്ചാൽ ജീവിച്ചു പോകാം, കേട്ടല്ലോ. ഒരിക്കൽ ശാലിനിയുടെ കൂട്ടുകാരി പൂർവി കാണാനെത്തി. എന്താ കാര്യം? എന്റെ കൂട്ടുകാരിയും വധുവാകാൻ പോകുന്നു. എന്നാൽ കേട്ടോ, ഈ അമ്മായിയമ്മമാരുണ്ടല്ലോ ഭയങ്കര സാധനങ്ങളാ. എപ്പോഴും ശല്യം ചെയ്തോണ്ടേയിരിക്കും. അല്ലടി, എന്റെ അമ്മായിയമ്മ വളരെ നല്ലവളാ. ഞാൻ മകളെ പോലെയാണെന്നാ പറയാറ്. അയ്യോ, എല്ലാ അമ്മമാരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്നാൽ കല്യാണം കഴിഞ്ഞതിനു ശേഷം മരുമക്കളെ വേലക്കാരിയാക്കി മാറ്റും. അവളുടെ വാക്കുകൾ കേട്ട് അവൾ പേടിച്ചുപോയി. അങ്ങനെ കാലങ്ങൾ കടന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശാലിനിയുടെ കല്യാണം കഴിഞ്ഞു. അവൾ പുതിയ വീട്ടിലേക്കും പോയി. അവിടെ അവളുടെ അമ്മായിയമ്മ അമ്മയെപ്പോലെ പെരുമാറി. നയനോ, ഇന്ന് നിന്റെ ചേട്ടത്തിയുടെ ആദ്യ അടുക്കളയാണ്. അതുകൊണ്ട് നീ ഇന്ന് ഇവളുടെ കൂടെ സഹായത്തിന് ഇവിടെ നിൽക്കണം. എന്തെങ്കിലും കാര്യങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. ശരിയമ്മേ. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ശാലിനി പേടിച്ച് എല്ലാവർക്കും പരിചരിച്ചു. എല്ലാവർക്കും അവളുടെ ഭക്ഷണം ഇഷ്ടമായി. ആഹാ മോളെ, നീ എന്തു നല്ല ഭക്ഷണമോ ഉണ്ടാക്കിയത്. നിനക്ക് ഈ അമ്മയും ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാമോ? ഹഹ. സത്യമായിട്ട് മോളെ കൊള്ളാം. ശരി മോളെ, ഇപ്പോൾ നീയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്ക്. ഞങ്ങൾ മരുമക്കളെ മകളെ പോലെയാണ് കാണുന്നത്. നീ എന്നു മുതൽ ഈ വീട്ടിലെ മകളായോ? അതുകൊണ്ട് നീയും ഇരിക്കണം. കഴിച്ചതിന് ശേഷം, നയനെ, നിന്റെ ചേട്ടത്തി എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയില്ലേ? അവളിപ്പോൾ ക്ഷീണിച്ചു കാണും. അതുകൊണ്ട് അവൾക്ക് തനിയെ പാത്രം കഴുകാൻ പറ്റില്ല. നീ പോയി ഒന്ന് സഹായിക്ക്. പക്ഷേ അമ്മ, എനിക്കിപ്പോൾ കോളേജിൽ പോകണ്ടേ? വൈകിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ചേച്ചിയെ സഹായിക്കാം. താങ്ക് ഗോഡ്, ഞാൻ പെണ്ണല്ല. അല്ലെങ്കിൽ അമ്മ വീട്ടുപണി എന്നെക്കൊണ്ടും ചെയ്യിച്ചേനെ. ജോലിയൊക്കെ നിനക്കും ചെയ്യാം. നിനക്ക് അവധിയുള്ള ദിവസം നീ പോയി റേഷൻ വാങ്ങിച്ചോണ്ട് വരണം. പിന്നെ കൂടെ എന്റെ മരുമകളെ എവിടെയെങ്കിലും വെളിയിൽ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്. രണ്ടുപേരും നന്നായി സംസാരിച്ചാലേ പരസ്പരം മനസ്സിലാക്കാനായി പറ്റൂ. കൊള്ളാമമ്മേ, അമ്മ സ്നേഹം കൊണ്ട് മരുമകളെ കീഴ്പ്പെടുത്തിയല്ലോ. എന്റെ മരുമകൾ അത്ര നല്ലവളാ. അങ്ങനെ ഒരിക്കൽ, നയന, നീ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ചേട്ടത്തിയും കൂടി കൊണ്ടുപോ. അവൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടായിരിക്കും. പോകുമോളെ, നയനയുടെ ഒപ്പം പൊക്കോ. പിന്നെ ഈ സാരി ഒന്നും ഉടുത്തുകൊണ്ട് പോകണ്ട. എന്തെന്നാൽ മോളിൽ എല്ലാവരും വെസ്റ്റേൺ ഡ്രസ്സുകൾ, ജീൻസ് ടോപ്പ് ഇടും. നീയും അത് തന്നെ ഇട്ടോ.
നയനെ, നീ ചേട്ടത്തിക്ക് നല്ലൊരു ഡ്രസ്സ് കൊടുത്തേ. ശാലിനി തന്റെ നാത്തൂനോടൊപ്പം വെസ്റ്റേൺ ഡ്രസ്സുകൾ ധരിച്ച് മാളിലേക്ക് പോയി. അവിടെ അവൾ പൂർവിയെ കണ്ടു. ശാലിനി, നീ എന്തോരം മാറിയിരിക്കുന്നു. നിനക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിച്ച് നീ ഇവിടെ? നിന്റെ അമ്മായിയമ്മ നിന്നെ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, ഇതൊക്കെ അമ്മയാ പറഞ്ഞത് ഇട്ടുകൊണ്ടു പോകാൻ. എന്താ? എനിക്ക് തോന്നുന്നു നീ വ്യത്യസ്തമായ ആൾക്കാരുടെ കൂടെയാ ജീവിക്കുന്നത്. ഇല്ല, എന്റെ നാത്തൂനും അമ്മായിയമ്മയും വളരെ നല്ലവരാണ്. അയ്യോ, ഇതൊക്കെ ആദ്യമൊക്കെ കാണൂ. കുറച്ചു കഴിഞ്ഞ് നോക്കിക്കോ. ശരി, ഞാനിപ്പോൾ പോവുകയാ. അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മ എല്ലാവരുടെയും മുൻപിൽ നാണം കെടുത്തും. നോക്ക്, അവരെന്നെ പട്ടിണി കിടക്കുന്ന സിംഹത്തെ പോലെ നോക്കുന്നത് എന്നെ തിന്നുകളയും. പൂർവി അവിടെ നിന്നും പോയി. അങ്ങനെ വൈകുന്നേരമായി. സിനിമ കണ്ടതിനു ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. അമ്മേ, എനിക്ക് അരമണിക്കൂർ തരൂ. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ ഗുളിക കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം എല്ലാവർക്കും ഡിന്നർ തരാം. അയ്യോ, നീ വിഷമിക്കണ്ട മോളെ. ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീയും ഗുളിക കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വാ, ഞാൻ നിന്റെ തലയൊന്ന് ശരിക്കും മസാജ് ചെയ്യാം. നിനക്ക് ശരിയായിക്കോളൂ. അയ്യോ, വേണ്ട വേണ്ട അമ്മേ, ഒരാവശ്യമില്ല. അമ്മ പറയുന്നത് തട്ടിക്കളയാൻ പാടില്ല. നാളെ എന്റെ ആരോഗ്യവും മോശമാകും. നീ എന്താ എന്നെ നോക്കില്ലേ? അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഒരിക്കൽ ശാലിനിയുടെ പിറന്നാൾ വന്നു. അങ്ങനെ അവളുടെ അമ്മായിയമ്മയ്ക്കും ഈ കാര്യം മനസ്സിലായി. അവർ തന്റെ മകനോട് പറഞ്ഞ് ഒരു വലിയ പാർട്ടി തന്നെ നടത്തി. പിന്നെ എല്ലാ ബന്ധുക്കളെയും വിളിച്ചു, കൂടെ ശാലിനിയുടെ അപ്പൂപ്പനെയും. നീ വേഗം ഈ ഡ്രസ് ഇട്ടിട്ട് താഴേക്ക് വാ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാ. എന്നെയും വിളിച്ചു കൊണ്ടുപോയി വാങ്ങിയതാ. ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ത് നല്ലവളാ. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാലിനി താഴേക്ക് വന്നു. അവിടെ ഒരുപാട് ആൾക്കാരും ഒരു വലിയ കേക്കും ഇരിക്കുന്നു. ഇതെല്ലാം കണ്ട് ശാലിനിക്ക് സന്തോഷമായി. പെട്ടെന്ന് അവളുടെ കണ്ണ് തന്റെ അപ്പൂപ്പന്റെ മേൽ വീണു. അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എന്റെ മോളെ, സുഖമാണോ? ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോൾ നീ മുത്തശ്ശനെയും മറന്നു. എന്നാൽ നിനക്ക് അമ്മയെപ്പോലെ ഒരു അമ്മായിയമ്മയെ കിട്ടിയില്ലേ? അതങ്ങനെ നടക്കുന്ന കാര്യമല്ല. എന്റെ മോളെ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കണ്ട് മുത്തശ്ശന്റെ മനസ്സ് നിറഞ്ഞു. ഇനി എനിക്ക് പേടിക്കണ്ടല്ലോ. പറഞ്ഞത് സത്യമാണ് അപ്പൂപ്പ. അമ്മയില്ലാത്ത എനിക്ക് അമ്മയെപ്പോലെ ഒരു അമ്മായിയമ്മ കിട്ടി. പിന്നെ ഈ വീട്ടിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. എന്റെ മോളെ, നീയും എന്റെ മോൾ തന്നെയാ. എന്നാൽ ഞാൻ നിനക്ക് ജന്മം തന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ നിന്റെ അമ്മ തന്നെയാണ്. നിനക്ക് ജന്മദിന ആശംസകൾ എന്റെ മോളെ. അവൾ സന്തോഷിച്ചു. കാരണം അമ്മയെപ്പോലെ ഒരു അമ്മായിയമ്മയെ കിട്ടി. Thanks for watching.